Hi friends, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റം നമ്മൾ കണ്ടിരുന്നു. വൺ കമ്പോണൻറ്റ് സിസ്റ്റത്തിൻ്റെ സിമ്പിൾ യൂടെക്റ്റിക് എങ്ങനെയാണ് ഫോം ചെയ്യുക, അതിനകത്ത് ഫേസ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ ഓരോ ഭാഗത്തുമുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും നമ്മൾ കണ്ടുപിടിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ആ യൂടെക്റ്റിക് സിസ്റ്റത്തിനെ ഒന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഫ്രീസിങ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗവും ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ കണ്ട സിമ്പിൾ യൂടെക്റ്റിക് സിസ്റ്റത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മളൊന്ന് നോക്കാം. എന്താണ് യൂടെക്റ്റിക് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരുപാട് റിസർച്ച് നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ യൂടെക്റ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ഫേസ് ഡയഗ്രാം നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഈ യൂടെക്റ്റിക് പോയിന്റ് ഇതാണ് നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ യൂടെക്റ്റിക് പോയിന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിലെ ഏറ്റവും കുറവ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഭാഗമാണ് യൂടെക്റ്റിക് പോയിന്റ്. ഇപ്പം ഞാൻ ഇവിടെ ഏതെങ്കിലും രണ്ട് അലോയ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇഫ് ഐ ടേക്ക് അലോയ് എ, മെറ്റൽ എ ആൻഡ് മെറ്റൽ ബി, ഇത് രണ്ടും തമ്മിൽ രണ്ട് മെറ്റൽസിനെ നമ്മളെടുത്ത് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൊപ്പോർഷൻ ദ മെൽറ്റിംഗ് പോയിന്റ് ഡിക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദ യൂടെക്റ്റിക് പോയിന്റ്. പക്ഷേ യൂടെക്റ്റിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ ഈസിലി മെൽറ്റിംഗ് കോമ്പൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അവിടെ ഒരിക്കലും ഒരു പുതിയ കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ആൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ആൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ. ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ A1B2 ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അങ്ങനത്തെ ഒരു കോമ്പോസിഷനിലായിരിക്കാം ഫോം ചെയ്യുന്നത്. പക്ഷേ അത് ഒരിക്കലും ഒരു എക്സാക്ട്ലി മോളാർ കോമ്പോസിഷൻ ആയിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഇത് 1.3 അല്ലെങ്കിൽ 2.8 അങ്ങനത്തെ എന്തെങ്കിലും ഒരു കോമ്പോസിഷനിലായിരിക്കാം ഫോം ചെയ്യുന്നത്. പറഞ്ഞു വന്നത് അവിടെ ഒരു പുതിയ കോമ്പൗണ്ടിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? ഈ രണ്ട് എലമെൻസും അല്ലെങ്കിൽ രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ട് മെറ്റൽസ് തമ്മിൽ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഈസി മെൽറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻറ്റിമേറ്റ് മിക്സ്ചർ കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഇതൊരു കോമ്പൗണ്ടാണ്, ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്തു എന്നുള്ള ധാരണയിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ട്. പല സയൻറ്റിസ്റ്റുകളും നടത്തി നോക്കി. ബട്ട് അതിൻ്റെ എൻ പോയിന്റിൽ അവർ ഒരു കാര്യം തീരുമാനിച്ചു, പുതിയൊരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നില്ല. അതിനൊരു ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിറ്റർമിൻ ചെയ്യാനായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി. എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി എടുത്താൽ ആക്ച്വലി വി ഷുഡ് ഗെറ്റ് പുതിയ കോമ്പൗണ്ട് ആണെങ്കിൽ പുതിയ എക്സ്റേ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ അവർക്ക് കിട്ടിയത് ഓവർലാപ്പ് ഓഫ് എ ആൻഡ് ബി. എക്സ്റേ ഡൈഫ്രാക്ഷൻ പാറ്റേൺ നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ ആണെങ്കിൽ ഇത് എ ആണ് എങ്കിൽ എയുടെ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ആണെങ്കിൽ ഇറ്റ് വാസ് ഓവർലാപ്ഡ് വിത്ത് ബി ഓൾസോ. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് എ ആൻഡ് ബി. ദാറ്റ് ഈസ് എൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ. ഇത് കൂടിച്ചേർന്നൊരു പുതിയ കോമ്പൗണ്ട് ആയിരുന്നു ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് രണ്ടിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീക്സ് മറ്റേതെങ്കിലും രീതിയിൽ ജോയിൻ ചെയ്ത് ഒറ്റ പീക്കായിട്ട് വരുമായിരുന്നു. എന്ന് വെച്ചാൽ യൂടെക്റ്റിക് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് എൻ ഇൻറ്റിമേറ്റ് മിക്സ്ചർ ഓഫ് ബോത്ത് എ ആൻഡ് ബി. ദർ ഈസ് നോ ഫോർമേഷൻ ഓഫ് എ ന്യൂ കോമ്പൗണ്ട്. കാരണം നമ്മളിനി റിയാക്ടിങ് സിസ്റ്റംസ് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മളിനി അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഫ്രീസിങ് മിക്സ്ചേഴ്സ് ആണ് നമ്മളൊന്ന് നോക്കാനുള്ളത്. ഫ്രീസിങ് മിക്സ്ചേഴ്സ് തണുപ്പുള്ള രാജ്യങ്ങളിൽ ഐസ്, റോട്ടിലുള്ള ഐസൊക്കെ ഉരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്രീസിങ് മിക്സ്ചേഴ്സ്. നമ്മുടെ നാട്ടിലും ചിലപ്പോഴൊക്കെ നമ്മളത് കാണാറുണ്ട്. നമ്മൾ മീനൊക്കെ മേടിക്കുന്നവർ മീനിൻ്റെ ഉള്ളിൽ ഐസ് ഇടും, ഐസിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടും. അപ്പോൾ അതിൻ്റെ റീസണാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഫ്രീസിങ് മിക്സ്ചേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് നോക്കുക. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വി ഹാവ് ടേക്കൺ 100% H2O. അപ്പോൾ അവിടെയുള്ളത് ഐസാണ്. ഐസ് ഈസ് അറ്റ് 0 degrees Celsius. Now I am going to add a little bit of potassium iodide into it. Any salt, potassium iodide or NaCl or calcium chloride എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുന്നു. സോ ഐ എം ഗോയിങ് ടു ആഡ് എ ലിറ്റിൽ ബിറ്റ് പൊട്ടാസ്യം അയോഡൈഡ് ഇൻ ടു ഇറ്റ്. പൊട്ടാസ്യം അയോഡൈഡ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത്, ഐസ് കുറച്ച് വെള്ളമുണ്ട് എങ്കിൽ, വളരെ സബ്സീറോ ലെവലിൽ പോയിട്ടുള്ള ഐസല്ല എന്നുണ്ടെങ്കിൽ, കുറച്ച് വെള്ളം എന്നുണ്ടെങ്കിൽ ഈ പൊട്ടാസ്യം അയോഡൈഡ് എന്ത് ചെയ്യും? ഈ ഐസിനകത്ത് വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. നൗ ഐ ഹാവ് ഗോട്ട് എ സൊല്യൂഷൻ. സൊല്യൂഷനിൽ എന്തൊക്കെയുണ്ട്? ഐസുണ്ട്, H2O ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാസ്യം അയോഡൈഡ് ഉണ്ട്. നൗ നമ്മൾ തിയറി എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? നൗ ദ നമ്പർ ഓഫ് ഫേസസ് ഈസ് 3. ഏതൊക്കെയാണ് നമ്പർ ഓഫ് 3 ഫേസ് ഏതൊക്കെയാണ്? ഒന്ന് ദ സോൾട്ട് വിച്ച് ഈസ് പൊട്ടാസ്യം അയോഡൈഡ്, സെക്കൻഡ് വൺ ഈസ് ഐസ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് എ സൊല്യൂഷൻ, ഇറ്റ് ഈസ് എ ലിക്വിഡ്. അപ്പോൾ 3 ഫേസസ് നമുക്കിവിടെ കിട്ടുന്നു. 2 സോളിഡും
ഒരു ലിക്വിഡുമായിട്ടുള്ളൊരു ഫേസ് വരുന്നു. 1 കമ്പോണൻറ്റ് സിസ്റ്റംസ് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു സിസ്റ്റം അല്ലെങ്കിൽ 2 കമ്പോണൻറ്റ് സിസ്റ്റത്തിൽ ഇത് ഈ 3 ഫേസും കൂടെ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ എവിടേക്ക് പോകേണ്ടി വരും? യൂട്ടക്റ്റിക് കോമ്പോസിഷനിലേക്ക് പോകേണ്ടി വരും. ഏതൊക്കെ? 2 സോളിഡ് ഫേസും ഒരു ലിക്വിഡ് ഫേസും ഇക്വിലിബ്രിയത്തിൽ വരുന്ന പൊസിഷനാണ് സിമ്പിൾ യൂട്ടക്റ്റിക്കിലെ യൂട്ടക്റ്റിക് പോയിന്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് നേരെ യൂട്ടക്റ്റിക് പോയിന്റിലേക്ക് എത്തുന്നു. ഇപ്പോൾ യൂട്ടക്റ്റിക് പോയിന്റ് കോമ്പോസിഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. 52% പൊട്ടാസ്യം അയോഡൈഡ് ആൻഡ് 48% H2O. ദ ടെമ്പറേച്ചർ ഡിക്രീസസ്. നോക്കുക, യൂട്ടക്റ്റിക് ഇതിൻ്റെ ടെമ്പറേച്ചർ 23°C ആണ്. എന്ന് വെച്ചാൽ പ്യുവർ ഐസ് നമ്മളൊരു ഫ്രീസിങ് മിക്സ്ചർ നമുക്ക് ആ സബ്സീറോ ലെവലിലേക്ക് പോകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഫ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീസിങ് മിക്സ്ചർ എടുക്കാം. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് 52% പൊട്ടാസ്യം അയോഡൈഡും അല്ലെങ്കിൽ 52 grams പൊട്ടാസ്യം അയോഡൈഡും 48 grams ഐസും കൂടി എടുത്ത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്തായിട്ട് മാറും? 23°C. തിയറി ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. വെനെവർ ഐ ആഡ് ഐസ് പൊട്ടാസ്യം അയോഡൈഡ് ഇൻ ടു ഐസ്, a little bit of potassium iodide dissolves in the liquid water which is present from the ice, and immediately there will be 3 phases, 2 solid phase and 1 liquid phase, and 3 such phases in a 2 component system can exist only at the eutectic point. So slowly the system goes towards the eutectic point which is having a temperature of -23°C. ഐസ് ഉരുകുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ there will be a temperature endothermic process ആയതുകൊണ്ട് it will take up the temperature and slowly ആ ടെമ്പറേച്ചർ എടുക്കുക എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഐസിൽ നിന്നുമാണ് ടെമ്പറേച്ചർ എടുക്കുന്നത്. കൂടുതൽ ഐസ് ഉരുകുന്നു. അപ് ടു വാട്ട് എക്സ്റ്റെൻഡ് ദ റിയാക്ഷൻ വിൽ പ്രൊസീഡ്? ഏതെങ്കിലും ഒരു സോളിഡ് ഫേസ് കൺസ്യൂം ആകുന്നത് വരെ, ഏതെങ്കിലും ഒരു സോളിഡ് ഫേസ്, അത് മേ ബി ഐസ് ആയിരിക്കാം, ഐസ് തീരുന്നത് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് ഡിസോൾവ് ചെയ്യുന്നവരെ ആയിരിക്കാം. ആ ഒരു സ്റ്റേജ് വരെ അത് ഡിസോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് വിൽ ഫോം എ സൊല്യൂഷൻ ആൻഡ് കംപ്ലീറ്റ്ലി സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ ആ യൂട്ടക്റ്റിക് കോമ്പോസിഷൻ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ നേരെ താഴത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ താഴും. അപ്പോൾ അതാണ് നമുക്ക് പഠിക്കാനുള്ള ഫ്രീസിങ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗം. കാൽസ്യം ക്ലോറൈഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സർപ്രൈസിംഗ്ലി വി വിൽ ഗെറ്റ് എ ടെമ്പറേച്ചർ ഓഫ് -55°C. അപ്പോൾ 0°യേക്കാളും വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ നമുക്ക് എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ വെച്ചാൽ നമുക്ക് നന്നായിട്ട് അതിനെ കൂൾ ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് 2 component സിമ്പിൾ യൂട്ടക്റ്റിക് സിസ്റ്റം. നമ്മൾ ഇനി 2 component സിസ്റ്റത്തിൽ റിയാക്ടിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 2 component റിയാക്ടിംഗ് സിസ്റ്റം. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ സിസ്റ്റം ഏതായിരുന്നു? സിമ്പിൾ യൂട്ടക്റ്റിക് ആയിരുന്നു. അതായത് 2 components ബട്ട് ദാറ്റ് വാസ് എ നോൺ റിയാക്ടിംഗ്. അത്തരം സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്ടക്റ്റിക് സിസ്റ്റം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സിസ്റ്റമാണ് വിച്ച് ഈസ് എ റിയാക്ടിംഗ് സിസ്റ്റം. ആ റിയാക്ടിംഗ് സിസ്റ്റത്തിൽ കോൺഗ്രുവൻ്റ് മെൽറ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്, വിച്ച് ഈസ് കോൾഡ് ആസ് കോൺഗ്രുവൻ്റ് മെൽറ്റിംഗ്. അപ്പോൾ പേര് സൂചിപ്പിച്ചതുപോലെ 2 component സിസ്റ്റമാണ്, കോൺഗ്രുവൻ്റ് മെൽറ്റിംഗ് ആണ്. കോൺഗ്രുവൻ്റ് മെൽറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ ഒരു കോമ്പൗണ്ട് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ കോമ്പൗണ്ട് നമുക്ക് ഇറ്റ് ഈസ് ആൻ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എയും ബിയുമാണ്. സോ ദാറ്റ് ഈസ് എ പ്ലസ് ബി, ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ബി. ഇപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എ പ്ലസ് ബി ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ബി. നമ്പർ ഓഫ് കോമ്പണൻസ് ശരിക്കും എത്ര ആയിട്ടുണ്ട്? നമ്പർ ഓഫ് കോമ്പണൻസ് 3 ഉണ്ട് ഇതിനകത്ത്. ആരൊക്കെയാണ്? എ, ബി ആൻഡ് എ ബി. ബട്ട് സിൻസ് ദ സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം, നമുക്ക് എത്ര കോമ്പണൻസ് തന്നെ ഉള്ളൂ? ശരിക്കും വി ക്യാൻ ഹാവ് ഓൺലി ഓർ വിത്ത് 2 components വി ക്യാൻ സ്പെസിഫൈ ദ സിസ്റ്റം. അപ്പോൾ നമുക്ക് 2 സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ 2 component സിസ്റ്റം. ഈവൻ ദർ ആർ 3 chemically different constituents, we can represent the system by using 2 components which is A and B. നമ്മൾ പ്രിഫറബിളി A and B എടുക്കുന്നു. പക്ഷേ സിസ്റ്റത്തിനകത്ത് A, B and AB 3ൻ്റെയും ഫേസ് ഡയഗ്രാംസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫേസ് ഡയഗ്രാമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. എന്താണ് ഫേസ് ഡയഗ്രാം? ഇവിടെ 100% A, 100% B. ഓൾമോസ്റ്റ് 50%ൽ ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ട് വിച്ച് ഈസ് ദ AB. അപ്പോൾ ഇവിടെ ഈ ഫേസ് ഡയഗ്രാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമ്മളിങ്ങനെ പകുതിയായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സിമ്പിൾ യൂട്ടക്റ്റിക് സിസ്റ്റം. ഈ ഭാഗം ഞാൻ മറച്ചു പിടിച്ചുകൊണ്ട് ഇപ്പുറത്തെ ഭാഗം മാത്രം കാണുകയാണെങ്കിൽ അതും എന്താണ്?
ഒരു സിമ്പിൾ യൂട്ടക്റ്റിക് സിസ്റ്റമാണ്. പറഞ്ഞു വന്നത് രണ്ട് സിമ്പിൾ യൂട്ടക്റ്റിക്കിൻ്റെ ഫേസ് ഡയഗ്രാംസിനെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്ന കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് കോമ്പൗണ്ട്സിൻ്റെ ഫേസ് ഡയഗ്രാം. അപ്പോൾ അതൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. ദാറ്റ് മീൻസ് ഹിയർ ദർ ഈസ് വൺ സിമ്പിൾ യൂട്ടക്റ്റിക് സിസ്റ്റം, ഹിയർ ദർ ഈസ് അനദർ സിമ്പിൾ യൂട്ടക്റ്റിക് സിസ്റ്റം. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? ഇവിടെ അപ്പോൾ ഞാൻ ഈ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ദിസ് ഈസ് ദ കോമ്പൗണ്ട് എ ആൻഡ് ഹിയർ ആക്ച്വലി ദ പൊസിഷൻ അതാണെന്നുണ്ടെങ്കിലും ഇത് എ ബിയുടെ പോയിന്റ് ആണ്. അപ്പോൾ ഇതാണ് എ ബിയുടെ മെൽറ്റിംഗ് പോയിന്റ്, ഇതാണ് എയുടെ മെൽറ്റിംഗ് പോയിന്റ്. ഈ കർവ് എനിക്ക് എങ്ങനെ കിട്ടി? എയിലേക്ക് മൈന്യൂട്ട് അഡീഷൻസ് ഓഫ് എ ബി ഞാൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, അതിൽ നിന്നുമാണ് ഞാൻ ഈ കർവ് ഈ പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഇവിടെ വരെ വരുന്നത്. നൗ ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെ വരുന്നു? എ ബി എന്ന് പറയുന്ന പ്യുവർ കോമ്പൗണ്ട് എടുക്കുന്നു, അതിനകത്തേക്ക് ഞാൻ പതുക്കെ എന്ത് ആഡ് ചെയ്യുന്നു? ഈ എ ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന പോയിന്റ്സ് ആണ് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഈ കർവ് വരച്ചിട്ടുള്ളത്, ഫ്രീസിംഗ് കർവ്. നൗ ഹിയർ ഇവിടെ എന്തൊക്കെയാണ്? ദിസ് ഈസ്, ഇനി ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ ബി, ദിസ് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് പ്യുവർ എ ബി. ഇവിടെ ബി എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്തേക്ക് ഞാൻ എ ബി ആഡ് ചെയ്യുന്നു, ഈ ലൈൻ കിട്ടുന്നു. എ ബി എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്തേക്ക് സ്മോൾ എമൗണ്ട്സ് ഓഫ് ബി ആഡ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ തെർമൽ അനാലിസിസ് വഴി കൂളിംഗ് കർവ് മെത്തേഡിൽ ഓരോ പോയിന്റ്സ് ഞാൻ ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, ഇത് കിട്ടും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ചില റിയാക്ടിംഗ് സിസ്റ്റംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടൻസ്ഡ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു. ആ കാരണം കൊണ്ട് തന്നെ ടെമ്പറേച്ചറും കോമ്പോസിഷനും മാത്രമേ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടൻസ് സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? പ്രഷറിൻ്റെ ആവശ്യമില്ല. ഫേസ് ഡയഗ്രാംസ് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ആദ്യം നമ്മൾ ഈ ഒരു ഫേസിൽ നമ്മൾ ഫേസ് റൂള് അപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ യൂട്ടക്റ്റിക് ശരിക്കും പഠിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുക. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് F = C - P + 1. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് above the curve AD, here also this can be given as E dash, AED, above ADB. അതായത് ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഫേസ് റൂൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്പർ ഓഫ് കോമ്പോണൻസ് 2 ആണ്. മൈനസ് ഇവിടെയുള്ള ഫേസുകൾ മുഴുവൻ എന്ത് ഫേസ് മാത്രമേ ഉള്ളൂ? ലിക്വിഡ് ഫേസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി 1 ഫേസ് പ്ലസ് 1, ദിസ് ഈസ് ഈക്വൽ ടു 2. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. നമുക്കറിയാം ഒരു ഏരിയ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വി ഷുഡ് ഹാവ് ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഹിയർ യു ഷുഡ് ഹാവ് ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് ഓൾസോ കോമ്പോസിഷൻ. നൗ ഓൺ ദ കർവ് AE' എന്ന് പറയുന്ന കർവിനകത്ത് നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വിച്ച് വിൽ ബി F = നമ്പർ ഓഫ് കോമ്പോണൻസ് ഈസ് 2 മൈനസ് ഈ ഒരു കർവിൽ എത്ര ഫേസ് ഉണ്ടാവും? ഈ ഒരു കർവിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ലിക്വിഡ് ഫേസ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്? സോളിഡ് ഫേസ് ഉണ്ട്. ദാറ്റ് മീൻസ് ദർ ആർ 2 ഫേസസ്. 2 - 2 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 1. നമ്മൾ സിമ്പിൾ യൂട്ടക്റ്റിക്കിൽ കണ്ടതുപോലെ തന്നെ ഒരു കർവിൽ ഫേസ് ഡയഗ്രാം അപ്ലൈ ചെയ്ത് ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 1. ഇവിടെ 1 ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലൈനിലും 1 ആയിരിക്കണം, ഈ ലൈനിലും 1 ആയിരിക്കണം, ഈ ലൈനിലും 1 ആയിരിക്കണം. നമ്മൾ പുതിയതായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇവിടെയുള്ള ഒരു പോയിന്റ് ഇവിടെയുണ്ട്. E' എന്ന് പറയുന്ന പോയിന്റും E എന്ന് പറയുന്ന പോയിന്റും അത് എന്ത് പോയിന്റ്സ് ആണ്? ആക്ച്വലി യൂട്ടക്റ്റിക് പോയിന്റ്സ് ആണ്. അപ്പോൾ യൂട്ടക്റ്റിക് പോയിന്റ് ആണെങ്കിൽ അറ്റ് E' ആൻഡ് E ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ അപ്ലൈ ചെയ്യാണ്. F = നമ്പർ ഓഫ് കോമ്പണൻസ് 2 തന്നെയാണ്. നമ്പർ ഓഫ് ഫേസസ്, ഇവിടെ വരുന്ന നമ്പർ ഓഫ് ഫേസസ് ഏതൊക്കെയായിരിക്കും? നമ്പർ ഓഫ് ഫേസസ് ഹിയർ ദിസ് ഈസ് എ യൂട്ടക്റ്റിക് സിസ്റ്റം. ഇഫ് ഇറ്റ് ഈസ് എ യൂട്ടക്റ്റിക് സിസ്റ്റം ദർ വിൽ ബി 2 സോളിഡ് ഫേസസ് ആൻഡ് 1 ലിക്വിഡ് ഫേസ്. ഏതൊക്കെയായിരിക്കും? ദിസ് വിൽ ബി ദ A, solid AB, and also a liquid which consisting of A and B in the eutectic composition. That means this will be 2 - 3 + 1 which will be equal to എത്ര വരും? This will be equal to 0. അപ്പോൾ ഈ രണ്ട് യൂട്ടക്റ്റിക് പോയിന്റ്സിലും എന്തായിരിക്കും? നമ്മുടെ ഫേസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിൽ ബി ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ട്, കോൺഗ്രുവൻറ്റ് പോയിന്റ്. കോൺഗ്രുവൻറ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ AB എക്സിസ്റ്റ് ചെയ്യുന്നൊരു പോയിന്റാണ്. അപ്പോൾ ഈ AB എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു പുതിയ കോമ്പോസിഷനിൽ ശ്രദ്ധിക്കുക, ഈ ഒരു പർട്ടിക്കുലർ കോമ്പോസിഷനിൽ മാത്രമേ അങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇവിടെ പ്രഷർ P = കോൺസ്റ്റൻ്റ് ആണ്.
ഞാൻ ഈ പ്രഷറിനെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ എ ബിയുടെ മോളാർ കോമ്പോസിഷൻ ഇത് 50% ആണെങ്കിൽ 50:50 ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോമ്പോസിഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ പ്രഷർ. എനിവേ വി വിൽ അപ്ലൈ ഫേസ് റൂൾ ടു ദ പോയിന്റ് ഡി. എഫ് ഈക്വൽസ്, ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ എഫിൽ നമ്പർ ഓഫ് കോമ്പണൻസ് എന്ന് പറയാനായിട്ട് അവിടെ എത്ര കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ കോമ്പണൻറ്റേ ഉള്ളൂ. സോ എഫ് ദ കോമ്പണൻറ്റ് ഈസ് 1 മൈനസ് ഇവിടെ നമ്പർ ഓഫ് ഫേസസ് എത്ര ഫേസ് ഉണ്ട്? 2 ഫേസ് ആണ്, ഒന്ന് സോളിഡ് ഫേസ് ഒന്ന് ലിക്വിഡ് ഫേസ്. സോ ദാറ്റ് വിൽ ബി 1 മൈനസ് 2 then പ്ലസ് 1 വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ കോൺഗ്രുവൻറ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന പൊസിഷനിലും നമ്മൾ ഫേസ് റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര തന്നെയായിരിക്കും? എഫ് ഈസ് ഈക്വൽ ടു 0 തന്നെയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ 2 component സിസ്റ്റം. It is a reacting system. It is the congruent melting point in which both A and B are in equilibrium with a new compound which is called as the AB. അപ്പോൾ ഇതിൻ്റെ സിങ്ക് മെഗ്നീഷ്യം സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്നും കൂടെ നോക്കുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയാണ് ഓരോ പൊസിഷനിലും അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കുക. നമ്മൾ ചില പോയിന്റ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്, ഈ പോയിന്റ് നമ്മൾ ഈ ഒരു ഏരിയ വിട്ടിട്ടുണ്ട്, ഈ ഏരിയയിലും നിങ്ങൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ നോക്കണ്ടു, എത്ര കോമ്പണൻസ് ഉണ്ടെന്ന് നോക്കണം, എത്ര ഫേസസ് ഉണ്ടെന്ന് നോക്കണം. നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 1. ടെക്സ്റ്റ് ബുക്കിലുള്ള സിങ്ക് മെഗ്നീഷ്യത്തിൻ്റെ എക്സാമ്പിൾസ് കാര്യമായിട്ടൊന്ന് നോക്കണം.